നിങ്ങളുടെ കരിയറിനെ കുറിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, ലൈഫിൽ എന്ത് ചെയ്താൽ രക്ഷപ്പെടുമെന്ന് അറിയില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ, ദിസ് വീഡിയോ ഇസ് ഫോർ യു. വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് 2 ഓഫ് അവർ പോഡ്കാസ്റ്റ് സീരീസ് തലതിരിഞ്ഞ തോട്ട്സ് ഓർ ഇൻവേർട്ടഡ് തോട്ട്സ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ലൈഫിനെ എക്സ്റ്റേണലായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസസിനെ കുറിച്ചും അവയെ എങ്ങനെ മനസ്സിലാക്കാമെന്നും അവയെ മനസ്സിലാക്കി എങ്ങനെ ഒരു ആക്ഷനബിൾ സ്റ്റെപ്പ് എടുക്കാമെന്നും നമ്മൾ കണ്ടു. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, നമ്മുടെ ലൈഫിലെ ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് എങ്ങനെ കണ്ടുപിടിച്ച് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡിൽ ചൂസ് ചെയ്താൽ എങ്ങനെ ലൈഫിൽ രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കാം. ഈ വീഡിയോ കാണുന്ന 80% ആൾക്കാരും ലൈഫിൽ അല്ലെങ്കിൽ കരിയറിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ജോത്സ്യനാണോ എന്നാണോ? അല്ല, ഞാനും കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും തന്നെ ലൈഫിൽ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്നത് ഒരു കുഴപ്പമില്ല, പക്ഷേ ആ കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് വരാൻ നമുക്ക് പറ്റണം. അപ്പോൾ നമുക്ക് എങ്ങനെ പുറത്ത് വരാം? നമുക്ക് യുണീക്കായിട്ടുള്ള സ്കില്ലിനെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഏരിയയിൽ പോയാലുള്ള ഗുണങ്ങളും എങ്ങനെ ആ ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ചറിയാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കേസ് എന്ന് നമുക്ക് കാണാം. ഈ ഒരു ടേം പോപ്പുലർ ആയത് ഈ സെയിം പേരിലുള്ള ഒരു ബുക്കിലൂടെയാണ്. ആഷ് അലി ആൻഡ് ഹസൻ ക്യൂബ എന്ന രണ്ടുപേര് രചിച്ച ഒരു പുസ്തകമാണ് ഈ അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നൊരു ബുക്ക്. ഇവർ രണ്ടൊരു സംരംഭകരാണ്, അവരെഴുതിയൊരു ബുക്കാണിത്. അങ്ങനെയാണ് ഈ ഒരു ടേം കുറേ കൂടെ ഫേമസ് ആകുന്നത്. ഇപ്പോൾ ഈ ഒരു ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് എന്താണെന്ന് കാണാം. എന്നിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിനെ അനലൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ആക്ഷനുള്ള അഡ്വൈസസ് തരാം. ഈ ഒരു ബുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമില്ല, കാരണം ഇത് കുറച്ചുകൂടി ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന ലെവറേജസും കുറേ കൂടെ ആ ഒരു പെർസ്പെക്റ്റീവിലുള്ള. അപ്പോൾ നമുക്ക് അതിലേക്ക് മൊത്തത്തിൽ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് അതിൽ പറയുന്ന മെയിനായിട്ടുള്ളൊരു 5 കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലെവറേജ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ 5 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. എന്താണെന്നും അത് ലൈഫിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻഷ്യൽ ആവുന്നതെന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് കാണാം. മൈൽസ് ഫ്രെയിംവർക്ക് എന്നാണ് ഇതിൽ പറയുന്ന 5 കാര്യങ്ങളെ വിളിക്കുന്നത്. നിങ്ങളിത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെപ്ത് നോളജിൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അറിയാൻ പറ്റും. മൈൽസിലെ M മണിയാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ലെവറേജ് ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുമെന്നാണ് M മണി വെച്ച് പറയുന്നത്. പിന്നെയുള്ളത് I എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ഓർ ഇൻസൈറ്റ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് മാത്രമുള്ളൊരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് ഇൻസൈറ്റ്സോ. അപ്പം സ്റ്റീവ് ജോബ്സൊക്കെ പുള്ളിക്ക് ഈ കാലിയോഗ്രഫിയൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് പുള്ളി ആദ്യം UX കുറേ ഡിസൈൻസൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് അത് ഭയങ്കര അട്രാക്റ്റീവായിട്ടൊക്കെ ഇരുന്നത്. പുള്ളി യൂണിവേഴ്സിറ്റി പഠിച്ച കാലത്ത് സൈഡായിട്ട് എടുത്ത എന്തോ സബ്ജക്റ്റ് എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് I കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ L ലൊക്കേഷൻ ഓർ ലക്ക്. അപ്പോൾ നിങ്ങൾ ജനിച്ചു പറഞ്ഞ ഒരു ലൊക്കേഷൻ, നിങ്ങളൊരു പ്രോമിനൻറ്റ് ലൊക്കേഷനിലാണ് നിങ്ങൾ ജീവിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജസ് അറിയായിരിക്കും, അവിടുത്തെ ആൾക്കാരെ അറിയായിരിക്കും, അല്ലെങ്കിൽ ആ സ്ഥലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫിൽ പല ഉപകാരങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മമ്മൂട്ടി മോഹൻലാലോ കേരളത്തിലല്ല ജനിച്ചെങ്കിൽ അവർ ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ ആവണമെന്നില്ല. അപ്പോൾ അവർ കേരളത്തിൽ ജനിച്ചുകൊണ്ടാണ്, ആ ഒരു ഭാഗ്യം ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് ഇന്ന് ആ ഒരു നിലയിലെത്താൻ പറ്റും. അതുപോലെ തന്നെ ലൊക്കേഷനും ലക്കും നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. പിന്നെ എന്ന് പറയുന്ന എഡ്യൂക്കേഷനാണ്. നിങ്ങൾ പഠിച്ച കോളേജ്, ഇപ്പം നിങ്ങൾ IT-ലാണ് പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങളൊരു പേരുകേട്ട കോളേജിലാണ് പഠിച്ചെങ്കിൽ ആ ഒരു അലുമിനൈ നെറ്റ്വർക്കും അല്ലെങ്കിൽ ആ ഒരു കോളേജിൻ്റെ സ്റ്റാറ്റസും ഒക്കെ നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ ഇൻഫ്ലുവൻഷ്യൽ ആവുന്ന ഒരു കാര്യമാണ്. മൈൽസ് ഫ്രെയിംവർക്കിലെ അവസാനത്തെ S സ്റ്റാറ്റസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് സ്റ്റാറ്റസ്, ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ആദ്യത്തെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കമ്മ്യൂണിറ്റി എന്നുള്ള ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് നിങ്ങൾ ലൈഫിൽ നന്നായിട്ട് ഇൻഫ്ലുവൻഷ്യൽ ആവാം. അപ്പോൾ അങ്ങനത്തെ ഒരു 5 കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ഇൻസൈറ്റിന് വേണ്ടി, നിങ്ങൾക്ക് കൂടുതൽ സെർച്ച് ചെയ്യാൻ വേണ്ടി, ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് ഈ ഒരു മൈൽസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ച്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് അത് ഉപകാരപ്പെടുന്നത്, നമ്മുടെ റിയൽ ലൈഫിൽ ഈ ഒരു അൺഫെയർ അഡ്വാൻറ്റേജിനെ എങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ലൈഫിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കരിയർ ഫീൽഡിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഫീൽഡിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ നാച്ചുറലായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ സ്കില്ലുള്ളതെന്നാണ് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് ഒന്നെങ്കിൽ സെൽഫായിട്ട് അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഫീൽഡാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഏത് ഫീൽഡിലാണ് നിങ്ങൾക്ക് തന്നെ സെൽഫ് അനലൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് അനലൈസ് ചെയ്തിട്ട് അറിയത്തില്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്കില്ലൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുക, അവരോട് ചോദിക്കുക നിനക്ക് എന്ത് സ്കില്ലാണ് ഉള്ളത്. അപ്പോൾ
പെട്ടെന്ന് ദിവസം വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ വല്ലതായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കി എനിക്ക് ഇങ്ങനെ എന്താണ് എന്നിലൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവശ്യം വരുമ്പോഴാണ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്, അങ്ങനെ നിങ്ങൾ ആ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ജസ്റ്റ് ആലോചിച്ച് നോക്കുക എന്ത് ഇഷ്യൂവിനാണ് അല്ലെങ്കിൽ എന്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നതെന്നുള്ള ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. അപ്പോൾ ഒന്നെങ്കിൽ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എങ്ങനെ ഉപകാരപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ആ ഒരു രീതി ചിന്തിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോടോ അങ്ങനെ ഒരു സർവേ ഒക്കെ നടത്തി നിങ്ങൾക്ക് ഏകദേശം നിങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കരിയർ ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു പാത്ത് വേയിലേക്ക് കടക്കുന്നതിനുള്ള ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷനാണ്. സെൽഫായിട്ട് നമുക്ക് മനസ്സിലാക്കണം, അനലൈസ് ചെയ്യണം നമുക്ക് എന്തൊക്കെ സ്കില്ലുള്ള, നമ്മുടെ വീക്ക്നെസ് എന്താ, സ്കിൽ എന്താ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ സോട്ട് അനാലിസിസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ടൊന്ന് എടുത്ത് കണ്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് ആക്ച്വലി ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളോട് പെട്ടെന്ന് ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാനൊന്നും കാണില്ല. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ സംസാരിക്കാനാണെങ്കിലും പറയാനാണെങ്കിലും ഒരു ധാരണ ഉണ്ടാവണം ഫസ്റ്റായിട്ട്. നിങ്ങൾ എന്ത് കരിയർ ചൂസ് ചെയ്താലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളൊരു ഇൻട്രസ്റ്റ് ഫീൽഡ് കിട്ടും. ആ ഒരു ഇൻട്രസ്റ്റ് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഫീൽഡിൽ ഉള്ള എന്ത് ജോലിയാക്കിയാണുള്ളത്, അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ തരം ഫീൽഡാണ് ഇപ്പോൾ നിലവിലുള്ളത്, അല്ലെങ്കിൽ മുമ്പോട്ട് ബൂമാവാൻ പോകുന്ന സെക്ടേഴ്സിൽ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു ബുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ബുക്കിലും പറയുന്ന ഒരു ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഇക്കിഗായ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചോ ഒക്കെ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് നിങ്ങൾ ഇപ്പോൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഏത് പ്രായത്തിലാണെങ്കിലും, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ടീനേജ് പ്രായത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏർലി 20s ഈ ഒരു കാര്യം നിങ്ങളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾ ഇപ്പം ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെറിയ രീതിയിലാണെങ്കിലും ഒരു 1% ഇൻപുട്ട് ആണെങ്കിലും നിങ്ങൾ ആ രീതിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് ഉറപ്പായിട്ട് താങ്ക് യു പറയും. കാരണം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ കരിയറിൽ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ഐഡിയ ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന രീതിക്ക് പോട്ടെ എന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും എത്താൻ നോക്കുവാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൻ്റെ സീരിയസ്നെസ് ആലോചിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ആ ഒരു ഏറ്റവും നിവൃത്തികേടുകൊണ്ട് പഠിപ്പിക്കുന്ന ടീച്ചറിനെ ആലോചിക്കുക. അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ ആ സബ്ജക്റ്റ് പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ സബ്ജക്റ്റ് വെറുത്ത് പോയി കാണും. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് തന്നെ ടോട്ടലി വെറുത്ത ആൾക്കാരെ എനിക്കറിയാം. ഈ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടീച്ചർ പഠിപ്പിച്ചുകൊണ്ട്, ടീച്ചറെന്ന് മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ കയറി ചെല്ലുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയ ഓഫീസിലോ എവിടെ പോവുകയാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ അടുത്ത് നിങ്ങൾ ഒരു കാര്യത്തിനോട് അപ്രോച്ച് ചെയ്യുമ്പം നിങ്ങൾ നല്ല വൈബ് അടിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെരുമാറുന്നതും ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും, അവർ കരിയറിലും ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ലേറ്റർ സ്റ്റേജിൽ തിരിച്ചറിഞ്ഞ് തിരുത്താൻ നോക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഈ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങളിപ്പോൾ ഏത് സ്റ്റെപ്പിലാണോ അവിടുന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വരാവുന്നൊരു മേജർ ഡൗട്ടാണ് ഈ ഒരു കരിയർ പാത്ത് നിങ്ങളിപ്പോൾ ചൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ഏർലി ടീനേജേഴ്സിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഏർലി 20s ആണെങ്കിൽ നിങ്ങളിത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തന്നെ ആയിരിക്കും എൻ്റെ ഏറ്റവും സാറ്റിസ്ഫൈങ് പാത്ത് എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉറപ്പായിട്ട് കാണും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്തിൽ മുമ്പോട്ട് നീങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാത്ത് തന്നെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു പാത്തിനേക്കാൾ ഒരു ബെറ്റർ ചോയ്സ് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ് കൊണ്ട് നിങ്ങൾക്ക് വേറൊരു രീതിയിൽ എത്താനോ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രസ് നിങ്ങൾ ഉറപ്പായിട്ടും വേറൊരു രീതി ഹെൽപ്പ് ചെയ്യും. ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കൂടെ നിങ്ങൾ മുമ്പോട്ട് നീങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതല്ല എനിക്ക് വേണ്ട, ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സിലേക്ക് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്തിൽ നിങ്ങൾ മുമ്പോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അതിനോട് ബന്ധപ്പെട്ടൊരു കരിയർ പാത്ത് ചൂസ് ചെയ്ത് ആ ഒരു പാത്തിൽ നിങ്ങൾ കരിയർ കിട്ടി നിങ്ങൾ മുമ്പോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്കോഴ്സ് റിട്ടയർ ചെയ്യുന്നവരെ നിങ്ങൾ ആ ഒരു ജോബിൽ സാറ്റിസ്ഫൈഡും ആയിരിക്കും. നിങ്ങളുടെ ലൈഫിലും ഭയങ്കര ഹാപ്പിയർ ആയിരിക്കും. ആ ഒരു വർക്ക് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോഷ്യൽ ലൈഫും നിങ്ങളുടെ മെൻ്റൽ ലൈഫും ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മുടെ ഇൻട്രസ്റ്റ് വെച്ച് ലെവറേജ് ചെയ്തൊരു കരിയർ ചൂസ് ചെയ്യേണ്ടത്. മോസ്റ്റ് പ്രോബബ്ലി ഇതാരും ചെയ്യാറില്ല. എന്നിട്ടൊരു +2 കഴിയുമ്പം അല്ലെങ്കിൽ ഒരു 10 കഴിയുമ്പം ബയോമാക്സ് എടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു +2 കഴിയുമ്പം എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെഡിസിന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. അപ്പം
അതിനേക്കാളൊക്കെ ഒരുപാട് മൈക്രോ സെഗ്മെൻറ്റ്സ് ഇന്നത്തെ കാലത്തുണ്ട്. കാരണം ഇന്ത്യ അതുപോലെ പുരോഗമിക്കുന്നുണ്ട്, പുതിയ പുതിയ സെക്ടേഴ്സ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം ആ ഒരു സെക്ടേഴ്സിലൊക്കെ സ്കിൽഡ് ആൾക്കാരില്ല. അപ്പോൾ നിങ്ങൾ സ്കില്ല് മനസ്സിലാക്കി ആ ഒരു മൈക്രോ സെഗ്മെൻറ്റിൽ നിങ്ങൾ കരിയർ ഉണ്ടാക്കാൻ നോക്കിയാൽ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഇന്നത്തെ കാലത്ത്. അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാത്തതുകൊണ്ടും ഇതുപോലത്തെ പുതിയ പുതിയ മൈക്രോ സെഗ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ അവെയർ അല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്തിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും, നിങ്ങൾ നോക്കാൻ തുടങ്ങും, നിങ്ങളെക്കുറിച്ച് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തുടങ്ങും. അപ്പം അതാണ് ഒരു സക്സസ്ഫുൾ ഒരു ഹാപ്പി ലൈഫിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇപ്പോൾ ഇക്കിഗായിലൊക്കെ പറയുന്ന പോലെ തന്നെ ടേക്ക് എ ജോബ് വിച്ച് യു വിൽ നെവർ റിട്ടയർ എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ മരണം വരെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതാണ് ലൈഫിൽ സന്തോഷകരമായി ജീവിക്കാൻ വേണ്ട ഏറ്റവും മികച്ച കാര്യം. അപ്പോൾ ഇതിൽ കുറച്ച് പേരെങ്കിൽ നിങ്ങളൊരു കരിയർ പാത്ത് ചൂസ് ചെയ്തു, നിങ്ങൾ അല്ലെങ്കിൽ ഒരു ജോബിൽ കയറി, അല്ലെങ്കിൽ നിങ്ങൾ early 20s നിങ്ങൾ ഓൾറെഡി ഒരു കോഴ്സ് പഠിച്ചു, എന്നാൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സെനാറിയോസിലാണെങ്കിൽ നമുക്ക് അത് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്ക് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം, അല്ലെങ്കിൽ ഒരു സൈഡായിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ ഒരു ജോബിലിരുന്നുകൊണ്ട് തന്നെ പെർസ്യൂ ചെയ്യാം. ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് പറ്റുവാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. എങ്ങനെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വർക്ക് സന്തോഷകരമായി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കൊണ്ടുപോകാം. അല്ലാണ്ട് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് ആ ഒരു വർക്കിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല. ഏറ്റവും ബെറ്റർ ഇറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ അത് പറയുന്ന പോലെ അത്ര ഫീസിബിളും അല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡ് ചർച്ച ചെയ്യാം. ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തലതെറിഞ്ഞ പോഡ്കാസ്റ്റ് എപ്പിസോഡ് 2 യു ആർ ഡൺ വിത്ത് ഇറ്റ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സി യു, ബൈ.